ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷനുകളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് കുറച്ചൊന്ന് അപ്സെറ്റ് ആവും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ചിരി വരും. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും രണ്ട് ഗ്രൂപ്പ് ആളുകൾക്കാണ് വരിക. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന്, ഈ ഒരു ഫീൽഡിൽ കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളവർക്കാണ് ആദ്യത്തെ ഈ അപ്സെറ്റ് ആവുന്ന ഈ റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്, അവർ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഫീൽഡിൽ കുറച്ച് കാലമായിട്ടുള്ളവരാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ്. അവർക്കിത് കാണുമ്പോൾ ചിരിയാണ് വരിക. അപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം നിങ്ങൾക്ക് വീഡിയോ തീരുമ്പോഴേക്കും മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ബിഗിനേഴ്സ് മിക്കപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്യുക യൂട്യൂബിൽ പോയിട്ട് ബെസ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി, ഗോൾഡൻ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് 100 കണക്കിന് വീഡിയോസ് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒക്കെ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി പഠിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ള് പഠിച്ചു എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന വീഡിയോസിൽ പറയുന്നത് ഇത് ഈ ഒരൊറ്റ സ്ട്രാറ്റജി മതി ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ, ഇതാണ് ഗോൾഡൻ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി മാത്രം വെച്ചിട്ട് എല്ലാ ട്രേഡിങ്ങും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം സ്ട്രാറ്റജീസ് കാണും. അപ്പോൾ ഇതിനൊക്കെ കുറേ പേരുകൾ അവരിട്ടുണ്ട്. ദ ഗോൾഡൻ സ്ട്രാറ്റജി, മാജിക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും ഇരുന്ന് ഇങ്ങനെ കാണും. അപ്പം നമുക്ക് ഒരു സ്ട്രാറ്റജി വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്ട്രാറ്റജി ഒരു 2-3 മാസം അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നമ്മളത് ട്രൈ ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ 1-2 മാസം ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് വർക്കാവുണ്ടാകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണും. എന്നിട്ട് അതിൽ പറയുന്ന സ്ട്രാറ്റജി നമ്മൾ കുറച്ച് കാലം ട്രൈ ഔട്ട് ചെയ്യും, അതും വർക്കാവില്ല, അടുത്ത വീഡിയോയിലേക്കും അതും കുറേ നോക്കും, അതും വർക്കാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു ബിഗിനറും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നുണ്ടാവുന്ന കാര്യം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും. ഓരോ ആൾക്കാരും പറയുന്നത് ഇതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇതാണ് ഒരു ഗോൾഡൻ ട്രേഡിംഗ് സ്ട്രാറ്റജി, ഇത് മാത്രമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, ഒരു 90% ആക്യുറസി ഉണ്ട്, 1:3 റിസ്ക് റിവാർഡ് എപ്പോഴും കിട്ടുന്ന ട്രേഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വട്ടവും ഓരോ പുതിയ വീഡിയോ കാണുമ്പോഴും അവിടെ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വീഡിയോയിൽ പറയുന്ന കാര്യമല്ല രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ കാണുന്ന കാര്യമായിരിക്കില്ല മൂന്നാമത്തേൽ കാണുന്ന കാര്യമായിരിക്കില്ല നാലാമത്തേൽ. അപ്പോൾ ട്രേഡിങ്ങിൽ ഒറ്റൊരു ഗോൾഡൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒറ്റൊരു ഓൾ ഇൻ വൺ സ്ട്രാറ്റജി ആണ് ഉള്ളോ എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതൊക്കെ തെറ്റാവണ്ടേ. കാരണം ഒറ്റൊരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ആണ് ഉള്ളോ എന്നുണ്ടെങ്കിൽ 10 വീഡിയോയിലും 10 സ്ട്രാറ്റജീനെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കില്ലേ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രേഡിങ് മാത്സ് മാതിരിയാണ്. നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൻസറിലേക്ക് തന്നെ എത്താനായിട്ട് നമ്മൾ പല ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മാത്തമാറ്റിക്സിൽ ഒരു ആൻസർ കിട്ടാൻ നമ്മൾ പല സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ട്രേഡിങ്ങും. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നമ്മുടെ ആക്യുറസി കൂട്ടുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ട്രേഡ്സ് എടുക്കുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടേക്ക് എത്താനായിട്ട് ഒരു ഫോർമുല മാത്രമല്ല ഉള്ളത്, കുറേ അധികം ഫോർമുലകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ വേറെ ആളുടെ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് തെറ്റും വേറെ ആൾ ചെയ്യുന്നത് ശരിയും ആണ് എന്നല്ല, എല്ലാവരും ചെയ്യുന്നതും അവരവരുടെ ശരികളാണ്. ഒരാളുടെ ട്രേഡിംഗ് സ്റ്റൈലിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അയാൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ റിസ്ക് ഒട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസുകൾ വെച്ചിട്ട് വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന ട്രേഡുകളായിരിക്കും ആളെടുക്കുക. അപ്പോൾ ട്രേഡുകളുടെ എണ്ണം കുറയും. ഇനി വേറെ റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1:1 റിസ്ക് റിവാർഡുള്ള ട്രേഡുകളും ആൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ആൾ കുറേ എടുക്കും. അപ്പോൾ ഇങ്ങനെ ട്രേഡിംഗ് സ്റ്റൈലുകളിൽ കുറേ അധികം വ്യത്യാസങ്ങളുണ്ട്. ഒരാൾ ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ വേറെ ആൾ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യും. ഇനി വേറെ ആൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൾ പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്ററിനെ ആയിരിക്കും യൂസ് ചെയ്യുക, ആൾ ചിലപ്പോൾ ന്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ അധികം സ്ട്രാറ്റജികളും ഐഡിയാസും ഉണ്ട് ട്രേഡിങ്ങിൻ്റെ പിന്നിൽ. അപ്പോൾ ഒരെണ്ണം ശരിയാണ് ബാക്കിയൊക്കെ തെറ്റാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അവരവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അതാണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ബിഗിനേഴ്സ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ആരുടെയും വീഡിയോസ് കാണണ്ട, ഒരു സ്ട്രാറ്റജീനെ കുറിച്ചുള്ള വീഡിയോസ് കാണണ്ട, പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾഡൻ സ്ട്രാറ്റജി, ഒരു 90% ആക്യുറസിയോ അല്ലെങ്കിൽ 80% ആക്യുറസി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല ഉള്ളത്. ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ഇതൊന്നും തെറ്റായിട്ടുള്ള സ്ട്രാറ്റജികളല്ല. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് വിചാരിക്കരുത്. ഓരോരുത്തരുടെയും ട്രേഡിംഗ് സ്റ്റൈലിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കുറേ ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങൾ എപ്പോഴും വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി നോക്കി പോയി കഴിഞ്ഞാലും അങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറേ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു സംഭവം സെർച്ച് ചെയ്തിട്ട്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്കുണ്ടായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രേഡിങ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ കുറേ അധികം മാസങ്ങൾ ഞാൻ എപ്പോഴും വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഒരു സ്ഥലത്തും എത്തിയില്ല. ഒരു സ്ട്രാറ്റജി കുറച്ചാലും യൂസ് ചെയ്യും, അതിൽ ലോസുകൾ വരുമ്പോൾ അടുത്തേക്ക് മാറും, അങ്ങനെ അടുത്തേക്ക് മാറും. അങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ.
എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് അത് ആദ്യം തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനെയും കുറിച്ച് പഠിക്കുക. ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡിക്കേറ്ററുകൾ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന്. ചിലവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നും, വേറെ ചിലവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നാത്തവർ അടുത്ത കാര്യം നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾക്ക് കുറച്ച് വർക്കായി തുടങ്ങുന്ന ഒരു സംഭവം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചാടി വേറെ സ്ഥലത്തേക്ക് പോകാണ്ട് അല്ലെങ്കിൽ വേറെ സ്ട്രാറ്റജി നോക്കാണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനെ റിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ കുറേ നോക്കിയിട്ടുണ്ട്. എനിക്കതൊന്നും വർക്കായി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പതുക്കെ അതിൽ നിന്നൊക്കെ മാറി അവസാനം എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി പ്യുവർ പ്രൈസ് ആക്ഷനിലും വോളിയത്തിനെയും ബേസ് ചെയ്തിട്ടാണ് അവസാനം ഞാൻ ട്രേഡിങ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ഞാൻ തുടങ്ങി. ഇപ്പം ഞാൻ മെയിൻലി 2 കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്: ട്രെൻഡ് ലൈൻസ്, പ്രൈസ് ആക്ഷൻ, അതുപോലെ തന്നെ വോളിയം. ഈ 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മിക്ക ട്രേഡ്സും ഇപ്പം എടുക്കാറ്. ഇനി അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്താൽ ഞാൻ ചിലപ്പോൾ അതിലേക്ക് മാറരുത് എന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു സംഭവം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ അതിനെ റിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ബിഗിനേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം നല്ലപോലെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ കുറേ അധികം സമയം ഞാൻ ഒരിക്കലും വർക്കാവാത്ത, എനിക്കൊരിക്കലും സൂട്ടബിൾ ആവാത്ത സ്ട്രാറ്റജീസ് നോക്കി ഞാൻ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയം ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള, എനിക്ക് സൂട്ടബിൾ ആയി എന്ന് എനിക്ക് ആദ്യം തോന്നിയ കാര്യം ഞാൻ കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ വരുത്തി വെച്ച കുറേ നഷ്ടങ്ങൾ എനിക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യം ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനും വോളിയും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും 1-2 ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ്സ് എടുത്തിരുന്നത്. ഞാൻ അവസാനം ഈ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു 16 വീഡിയോ ഇട്ടുണ്ടാവും. ഇതിൽ ഓരോന്നിലും ഓരോ കാര്യങ്ങൾ പറയും. ഒരാൾ RSI വെച്ച് ട്രേഡ് എടുക്കാൻ പറയും, വേറെ ആൾ പിവറ്റ് പോയിന്റ് വെച്ച് ട്രേഡ് എടുക്കാൻ പറയും, വേറെ ആൾ വോളിയം നോക്കി മാത്രം ട്രേഡ് എടുക്കാൻ പറയും. അപ്പം ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈലാണ്. അത് തെറ്റാണെന്ന് നമ്മൾ പറയാനായിട്ട് നമുക്കൊരു അധികാരമില്ല. പക്ഷെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റൈൽ ഏതാണെന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഞാൻ പറയാം. ഞാൻ അവസാനം ട്രേഡിങ് തുടങ്ങിയ സ്ട്രാറ്റജി ഏതാണോ അതിലേക്ക് തന്നെയാണ് അവസാനം ചെന്നെത്തിയത്. ഞാൻ ട്രേഡിങ് തുടങ്ങിയപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങളായിരുന്നു യൂസ് ചെയ്തിരുന്നത്: RSI, വോളിയം, ട്രെൻഡ് ലൈൻസ്. ഇപ്പം ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. RSIനെ ഞാൻ ഇപ്പോഴും അത്രയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് വോളിയം, ട്രെൻഡ് ലൈൻസും പ്രൈസ് ആക്ഷൻ, ക്യാൻഡിൽസിൻ്റെ ഫോർമേഷനുമാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ പൊതുവേ സിമ്പിളാണ്. അധികം ഇൻഡിക്കേറ്റേഴ്സോ വേറെ കുറേ അധികം കാര്യങ്ങളോ ഞാൻ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജി കണ്ടാലും അതാണ് നല്ല സ്ട്രാറ്റജി എന്ന് വിചാരിക്കരുത്. പലപ്പോഴും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ഓരോ സ്ട്രാറ്റജി വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ അതിലേക്കിങ്ങനെ നിങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾ കുറച്ച് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി അടുത്തേക്ക് പോകേണ്ട അതിൽ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒട്ടും വർക്ക് ആവാണ്ടായി തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക്ക് പുറമെ റിസ്ക് റിവാർഡ് റേഷ്യോയും അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റുമാണ്. റിസ്ക് മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് 50% ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന അതേ പ്രോബബിലിറ്റി തന്നെയാണ് ട്രേഡിങ്ങിലും. നിങ്ങളൊരു ട്രേഡ് എടുത്താൽ അത് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനും 50% പ്രോബബിലിറ്റി ആണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും ലോസ് ഉണ്ടാവുന്ന സമയത്ത് അത് ചെറുതാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡിങ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റിൽ ഇറങ്ങി പോരാനായിട്ട് പറ്റും. അപ്പോൾ അത് റിസ്ക് റിവാർഡിൻ്റെയും റിസ്ക് മാനേജ്മെൻറ്റിൻ്റെയും ഗുണമാണ്. അപ്പോൾ നിങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റിസ്ക് മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസിനാണ് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ വാല്യൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് കുറേ അധികം സ്ട്രാറ്റജീസും കുറേ അധികം കാര്യങ്ങളും വെറുതെ പഠിച്ചുകൊണ്ട് മാത്രമില്ല, പഠിക്കരുത് എന്നല്ല, അതും കൊണ്ട് മാത്രമില്ല. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ എക്സ്പീരിയൻസിന് തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ ബിഗിനേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിർത്തുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പം നിർത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.